അങ്കണവാടിയിലെ പ്രവേശനോത്സവമാണ് നമുക്കിവിടെ നടന്നത്. അപ്പോൾ പ്രവേശനോത്സവത്തിലെ എല്ലാ രക്ഷിതാക്കളും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാവരും നല്ല സഹകരണമാണ് ഉണ്ടായത്. സഹകരണം മാത്രമല്ല, സഹായവും കൂടി ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി വിജയിപ്പിക്കാൻ സാധിച്ചത്. അന്തരീക്ഷം മോശമായി നിന്നെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടി മഴ മാറുന്നത് പോലെ എന്തായാലും അതിഗംഭീരമായി നമ്മുടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സൂപ്പർവൈസർ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ പഠനം മാത്രമല്ല, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കുട്ടികളെ കളികളിലൂടെ പഠിപ്പിക്കുക. നമ്മുടെ പഴയ കുട്ടികൾക്ക് പലർക്കും വീടുകളിൽ നിന്ന് പാട്ട് പാടുന്നതും ഇവിടുത്തെ വ്യായാമ രീതികളായാലും അങ്കണവാടിയിൽ നമ്മൾ പകൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർ പലപ്പോഴും വീടുകളിൽ വന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. അതൊരിക്കലും നമ്മൾ എഴുത്തിലൂടെ മാത്രം പഠിക്കുന്നതല്ല വിദ്യാഭ്യാസമൊന്നുമല്ല, കളികളിലൂടെയും നമ്മളെ ചിട്ട പഠിക്കുന്നത്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നതിനായാലും ഇരുന്ന് കഴിക്കുക, ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, എടുത്തു തരാം മക്കളെ. അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അങ്കണവാടിയിൽ നമ്മൾ ശീലിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ പഠിക്കാൻ നമ്മുടെ പഴയ മക്കൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ട്. ആ ഒരു ശീലം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ മക്കൾക്കും അത്തരത്തിലുള്ള ശീലങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നതാണ് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഈ അങ്കണവാടിയിലെ രീതികളും ശീലങ്ങളിലേക്ക് എല്ലാ കുട്ടികളെയും ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും വളരെയേറെ നന്ദിയുണ്ട്. ചെയ്തു തന്ന സഹായങ്ങൾക്കും പങ്കെടുത്തതിന് എല്ലാവർക്കും വളരെയേറെ നന്ദി. നിങ്ങളെ പേര് ഒന്ന് പറയണം. എൻ്റെ പേര് രമ്യ. വീട് എവിടെയാണ്? എൻ്റെ വീട് വേങ്ങോടാണ്. വീട്ടിലാരെ കൊണ്ട്? വീട്ടില് ഹസ്ബൻഡ് 2 മക്കളാണുള്ളത്. മക്കളെ പേര്? മൂത്താളെ പേര് അശ്വിൻ, മോനാണ്. കൂടെ ഇല്ല, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അതായത് മോളാണ് ആവണി. പഠിക്കുന്നു. പഠിക്കും 10ാം ക്ലാസ്. ശരി. ചേച്ചി? എൻ്റെ പേര് അജിത. വീട് എവിടെയാണ്? വീട്ടുകാരെ മക്കൾ 2 പേരെയും കെട്ടിച്ചു. 2 കൊച്ചുമക്കളും. എവിടെ ഇങ്ങനെ കെട്ടിച്ച്? ഒരാളെ വക്കം, ഒരാളെ മംഗലപുരം. സുഖമായിട്ടിരിക്കുകയല്ലേ? സുഖമായിട്ട് 2 പേരും നല്ല ജീവിതം. അപ്പം എൻ്റെ മോനെ ആദ്യത്തെ പഠനം ചേർക്കുന്നത് മനസ്സിലും കഴക്കൂട്ടമാണ്. എൻ്റെ പേര് ജാഫർ ഖാൻ. ഒരു ചെറിയ മനുഷ്യാവകാശ കൗൺസിൽ ചെയർമാനാണ്, ചെറിയ യൂട്യൂബറാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പം ഒരുപാട് പേര് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഈ അംഗൻവാടിയെ പറ്റി, പ്രത്യേകിച്ച് ടീച്ചർമാരെ പറ്റി. രണ്ടുപേരും ഞാൻ പേരെടുത്ത് പറയാം, എനിക്ക് പേരറിയില്ല. ഇവിടുത്തെ കുട്ടികളുടെ ലീവിലാണ്. അവരുടെ പേരെന്താണ്? സിന്ധു. വീട് എവിടെയാണ്? പുറക്കട കോര. അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ്. അപ്പം രക്ഷിതാക്കളുടെ സപ്പോർട്ടെല്ലാം ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. സഹായങ്ങളായാലും സഹകരണങ്ങൾ രക്ഷിതാക്കളാണ്. കാലാവസ്ഥ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതിലെ അടിപൊളിയായി. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേരുന്നു. ഇവിടുത്തെ രീതികളും കാര്യങ്ങളും നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം ശരി, നല്ല അഭിപ്രായം തന്നെയല്ലോ. അഭിപ്രായം നല്ല അഭിപ്രായം. പുതിയ അപ്പം നമ്മളെ പോലെ. മൂത്തമ്മ ഇവിടെയും പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ MGM എത്രയില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ. മൂത്താളോടെ പഠിച്ചു. പേട്ടാ സ്റ്റേജിൽ പഠിക്കുന്നു. 8-9 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. 8 വർഷത്തിൽ കൂടുതലായും സീനിയറാണ് രക്ഷിതാക്കൾ. 8 കൊച്ചു പേട്ടിൽ പഠിക്കുന്നു. മോളാണ് ഇവിടെ പഠിച്ചത്. ശരി ചേട്ടാ. അങ്ങനെയാണല്ലേ കുട്ടികൾക്ക്? സർക്കാരിന്റെ ഓർഡർ ഉണ്ടോ? ബിരിയാണി. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചിട്ടൊക്കെ പോവാം കേട്ടോ. തുടങ്ങിയിട്ട് 17 വർഷമായി. 17 വർഷം ഇവിടെ. 7 വർഷം. നാട്ടുകാരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ്, നല്ല രീതിയിലുള്ള സഹകരണമാണ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാള് വിജയകരമായി ഇത് കൊണ്ടുപോകാൻ പറ്റിയത്. അല്ല, എനിക്കറിയാം. ഞാൻ പല അംഗൻവാടിയും കണ്ടിട്ടുണ്ട്. 2 കുട്ടികൾ 3 കുട്ടികൾ. അത് അവിടെ ടീച്ചർമാരും 25 കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഈ സെന്ററിൽ. 25-30 കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഈ അടുത്തടുത്തൊക്കെ പ്ലേ സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടാ. മത്സരമാണ് പ്ലേ സ്കൂൾ. എനിക്കറിയാം. എന്തായാലും നമുക്ക് 20 കുട്ടികളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ, പഞ്ചായത്തിന്റെ ഭാഗത്തെ ഫുൾ സപ്പോർട്ടല്ലേ? പഞ്ചായത്തിന്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ടുണ്ട്. നമുക്ക്
നമുക്ക് നല്ല രീതിയിലുള്ള നല്ല സപ്പോർട്ടുണ്ട്. ഒരു സ്ഥലം നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. സ്ഥിരമായിട്ട് നമ്മൾ സ്വന്തം അംഗൻവാടി കണ്ടെത്താൻ എല്ലാവരുടെ സഹായവും വേണം. നമുക്കത് അതിനുവേണ്ടി ശ്രമിക്കാം. ഒരു കെട്ടിടം വേണം. 17 വർഷം കൊണ്ട് വാടക കെട്ടിടത്തിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ടീച്ചർ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, 17 വർഷമായിട്ട് വാടക കെട്ടിടത്തിൽ മാറിയാണ് ഈ അംഗൻവാടി നടത്തുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ 25ഓളം കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ അഡ്മിഷൻ ഇനിയും തുടർന്ന ദിവസങ്ങളിൽ അഡ്മിഷൻ വരും. അപ്പം ടീച്ചറിൻ്റെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ആഗ്രഹം സ്വന്തമായിട്ട് ഒരു കെട്ടിടം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സ്വന്തം സർക്കാരിൻ്റെ ഭൂമിയിൽ ഒരു അംഗൻവാടി കെട്ടിടം മംഗലാപുരം. ഈ അംഗൻവാടി സ്വപ്നമാണ്. അത് നമുക്ക് എല്ലാവർക്കും റിട്ടയർഡ് ആവുന്നതിന് മുമ്പേ ഈ വാർഡിൽ ഒരു അംഗൻവാടി സ്വന്തം കെട്ടിടത്തിൽ വേണം. എത്ര വർഷം കൂടെ ഉണ്ട്? ഇനി ഒരു 9 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം. എന്തായാലും ഈ വാർഡിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ആഗ്രഹമാണത്. നമ്മൾ പലരും പല രാഷ്ട്രീയമാണെങ്കിലും ഇതിനുവേണ്ടി ഒറ്റ കെട്ടാട് ശ്രമിച്ച് നമ്മൾ ചെയ്യാം. ഒരു രാഷ്ട്രീയമില്ല, നമ്മൾ എല്ലാവരും ഒറ്റ കെട്ടായി നിന്ന് നമുക്ക് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ സംഘടന പ്രവർത്തനം ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, അതിൻ്റെ ഭാഗത്തുനിന്നും എന്നെ കൊണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരിക. എന്നെക്കൊണ്ടും. അതേപോലെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ, നാട്ടിലുള്ളവരും പൊതുപ്രവർത്തകർ എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും നമ്മൾ പറയാണ്, സ്വന്തമായിട്ട് ഒരു 2 സെന്റ് സ്ഥലം, അതിലൊരു കെട്ടിടം സ്വപ്നമാണ്. 2 സെന്റില് 3 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ പഞ്ചായത്ത് സ്ഥലം ആരെങ്കിലും സഹായമായി തരികയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ 18 ലക്ഷം രൂപയോളം നമുക്ക് ഫണ്ടുണ്ട് ബിൽഡിംഗ് കെട്ടാൻ. പക്ഷെ സ്ഥലം കണ്ടെത്തി കാണിച്ചു കൊടുക്കണം, എങ്കിൽ നമുക്ക് സ്ഥലമുണ്ട്, അവർ കെട്ടിടം കെട്ടിത്തരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയൊരു കെട്ടിടം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനോട് തുടർന്നും വീഡിയോകൾ ഉണ്ടായിരിക്കും. ഇപ്പം ഈ ബഹളത്തിനിടയിൽ വ്യക്തത കുറവായിരിക്കും, എല്ലാവരും ക്ഷമിക്കണം. സന്തോഷമായ? അംഗൻവാടി ഇഷ്ടപ്പെട്ട? ടീച്ചറിനെയൊക്കെ ഇഷ്ടപ്പെട്ട? കൂട്ടുകാരികളൊക്കെ ഇഷ്ടപ്പെട്ട? സന്തോഷമായില്ല? നാളെ വരുമല്ല? കരയില്ലല്ലോ?
അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു കഴക്കൂട്ടൻ ജാഫർ ഖാൻ.